കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് പഴംപൊരി. അപ്പോൾ നമ്മളെ മലയാളികൾക്ക് പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ചായക്ക് ഒരു ചായയും ഒരു പഴംപൊരി ആയിക്കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞെന്ന് തന്നെ പറയാം അല്ലേ. എപ്പോഴും നമ്മൾ ഒരേപോലെയല്ലേ പഴംപൊരി തയ്യാറാക്കുന്നത്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ ഇത് കാണുമ്പോൾ കുട്ടികൾക്കും പ്രത്യേകിച്ച് കഴിക്കാൻ നല്ലൊരു ഇഷ്ടം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ പഴംപൊരി തയ്യാറാക്കാൻ 3 പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത പഴവും അതുപോലെ തീരെ പഴുക്കാത്ത പഴവും എടുക്കാൻ പാടില്ല. ഒരുപാട് പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് പറയുന്നത്. അപ്പോൾ തീരെ പഴുക്കാത്ത പഴമാകുമ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടായിക്കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം പഴുത്ത ഒരു പഴം എടുക്കണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും. അപ്പോൾ ടേസ്റ്റ് ഒരു വ്യത്യാസം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുക്കാം. ഞാനിത് ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്നാക്ക് എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ജീരകമൊക്കെ ചേർക്കുന്നവരുണ്ട്, അതുപോലെ കറുത്ത എള്ളൊക്കെ ചേർക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലൊക്കെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്കും ആകാൻ പാടില്ല, അതുപോലെ ഒരുപാട് ലൂസും ആവാൻ പാടില്ല. മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മളെ പഴം അതിലേക്ക് കോട്ട് ചെയ്ത് കിട്ടൂല. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടായി കഴിഞ്ഞാൽ പഴം മാത്രമേ കിട്ടുള്ളൂ, അതിന് മാവ് കിട്ടൂല കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഒരുപാട് മാവ് അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലോ അതുപോലെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മാവായിരിക്കും പഴത്തിനേക്കാളും കൂടുതൽ കിട്ടുന്നത്. അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും. അപ്പോൾ അത് സോഫ്റ്റ്നെസ്സൊക്കെ ഒന്ന് കുറയും ചെയ്യും. അതുകൊണ്ട് ഹോട്ടലുകാരൊക്കെ ചിലപ്പോൾ അതിൽ അപ്പക്കാരൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് ലൂസും ആവണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ പഴം തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിലൊക്കെ ആകുമ്പോൾ ഒരു പഴം അങ്ങനെ നീളത്തിൽ ഒറ്റ സ്ലൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വെറൈറ്റി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 4 പീസാക്കിയിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്ലൈസ് ആക്കിയതിനെ ഇതുപോലെ 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഓരോന്ന് എടുത്ത് വായിലങ്ങ് വെക്കേ വേണ്ടു. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക. ഫ്രഞ്ച് ഫ്രൈസ് പോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ പഴംപൊരി തയ്യാറാക്കുന്നത് പോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതുപോലെ ഓയിൽ ഫ്രൈ ചെയ്യുന്ന ഏതൊരു സ്നാക്കും തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീയിട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരേ സമയം നമുക്കൊരു 4-5 എണ്ണം ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് മേലത്തേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഒന്ന് വിതറിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു മധുരവും എരിവൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് നല്ലോണം ഫ്രൈ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കാണ്ട് ഇതിനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ ഈ സ്നാക്ക് തയ്യാറാക്കിയിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം മാത്രമേ ഇത് വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ കുടിക്കാണ്ട് നമ്മളെ സ്നാക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരി തന്നെയാണ് ഇതെന്ന് പറയാം. നമ്മളിതിൽ ഷേപ്പിൽ മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരേ ഷേപ്പ് തന്നെ തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി കൊടുത്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ പഴം വാട്ടുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട് നമ്മൾ മൈദ മാവിൽ മുക്കിയിട്ടും ഇതുപോലെ പഴംപൊരി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും നേരത്തെ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 4 പ്രാവശ്യമായിട്ടാണ് എനിക്കിതൊന്ന് തയ്യാറായി കിട്ടിയത്.
അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, എണ്ണയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ കുടിക്കാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് സോഫ്റ്റ്നെസ്സിന് വേണമെങ്കിൽ പഴംപൊരി തയ്യാറാക്കുമ്പോൾ മുട്ട ചേർക്കാം, അല്ലെങ്കിൽ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക്